Dear students, in this class we will discuss about cost accounting reports. We can discuss the cost accounting reports by dividing it in forms, contents and frequency of cost account reports. First one, forms of cost accounting report. Mainly there are three forms of cost accounting report. They are descriptive reports, tabular reports, graphic presentation. The first one is descriptive reports. These types of reports are written out in a description style. These reports usually do not take the help of tables and graphs, but sometimes they may include tables and graphs in order to lay emphasis on some of the points discussed. The language used is a very important factor in such report. That is, the language should be simple and correct and may convey the idea of reported to the management. Then the report should have a suitable heading and it should be suitably paragraphed. Then എന്താണ് ഡിസ്ക്രിപ്റ്റീവ് റിപ്പോർട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. എന്താണ്, ഓരോ കാര്യങ്ങളും വളരെ വ്യക്തമായി എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് ഒരു ഡിസ്ക്രിപ്റ്റീവ് സ്റ്റൈലിൽ എഴുതിയിരിക്കുന്ന റിപ്പോർട്ടിനെയാണ് നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് മെത്തേഡ് എന്ന് അല്ലെങ്കിൽ റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഇതിൽ ഗ്രാഫും ടേബിളും ഒക്കെ വളരെ റെയർ ആയിട്ട് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. ഇനി അങ്ങനെ ഈ പറയുന്ന ടേബിളും ഗ്രാഫും യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എന്തിനായിരിക്കും? നമ്മൾ ഇതിൽ കൊടുത്തിരിക്കുന്ന ഏതെങ്കിലും ഒരു പോയിന്റ് കൂടുതൽ ക്ലാരിഫിക്കേഷൻ കൊടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ കൂടുതൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി മാത്രമായിരിക്കും ടേബിളും ഗ്രാഫ്സും ഉപയോഗിച്ചിരിക്കുന്നത്. കൂടുതലും ഇത് വേർഡ്സിൽ ഓരോ കാര്യങ്ങളും നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് എന്ത് ചെയ്തിരിക്കുകയാണ്, ഡിസ്കസ് ചെയ്യുന്ന അല്ലെങ്കിൽ എക്സ്പ്രസ് ചെയ്യുന്ന റിപ്പോർട്ടിനെയാണ് നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. The second one is tabular reports. Tabular reports. Such reports are presented in the form of comparative statements. This form of reporting is applied in case of periodical reports covering production, cost, sales and finance. These reports should use same standard form of statement or tables from period to period so that proper comparison may be made between present and past performance. എന്താണ് ഈ ഒരു പേരിൽ തന്നെയുണ്ട് ടാബുലർ റിപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടേബിൾസിൻ്റെയും അതേപോലെയുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഫോമുകളുടെയൊക്കെ സഹായത്തോടു കൂടി റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുന്നതിനെയാണ് നമ്മൾ ടാബുലർ റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഈ ഒരു റിപ്പോർട്ട് മെയിനായിട്ടും കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, പ്രിപ്പയർ ചെയ്യുന്നത്. ദെൻ അതായത് ഒരു പർട്ടിക്കുലർ പീരിയഡിൽ റിപ്പോർട്ട് കവർ ചെയ്യുന്നതിന് പ്രൊഡക്ഷൻ റിപ്പോർട്ട്, കോസ്റ്റ് റിപ്പോർട്ട്, സെയിൽസ് റിപ്പോർട്ട്, അതൊക്കെയാണ് നമ്മൾ മെയിനായിട്ടും ഈ ടാബുലർ റിപ്പോർട്ടായിട്ട് എന്ത് ചെയ്യുന്നത്, പ്രിപ്പയർ ചെയ്യുന്നത്. ദെൻ ഈ ഒരു ടാബുലർ റിപ്പോർട്ട് കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു പാസ്റ്റ് ഡാറ്റയും അല്ലെ പാസ്റ്റ് പെർഫോമൻസും പ്രസൻറ്റ് പെർഫോമൻസും തമ്മിൽ എന്ത് ചെയ്യാൻ സാധിക്കും, കമ്പയർ ചെയ്യാൻ സാധിക്കും. നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ദെൻ അതേപോലെ തന്നെ ബാലൻസ് ഷീറ്റ്, അതൊക്കെ എന്താണ് ഈ പറയുന്ന ടാബുലർ റിപ്പോർട്ട്സ് ആണ്. ദെൻ തേർഡ് വൺ, ഗ്രാഫിക് പ്രസൻറ്റേഷൻ. It is very important method of presenting information to the management in a pictorial manner and it attract the eye of the recipient more quickly and forcibly. നമുക്കറിയാം, ഒരു റിപ്പോർട്ട് വളരെ മനോഹരമായിട്ട് ഗ്രാഫ്സിൻ്റെയും ചാർട്ടിൻ്റെയും ഒക്കെ സഹായത്തോടെ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കൂടുതൽ അട്രാക്റ്റീവ് ആയിരിക്കും. അത് റിസീവ് ചെയ്യുന്ന വ്യക്തിക്ക് വളരെ പെട്ടെന്ന് അതെന്ത് ചെയ്യാൻ സാധിക്കും, മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു കോസ്റ്റ് അക്കൗണ്ടിങ് റിപ്പോർട്ടിങ്ങിൽ ഏറ്റവും പ്രധാനപ്പെട്ട മെത്തേഡാണ് ഗ്രാഫിക് പ്രസൻറ്റേഷൻ എന്ന് പറയുന്നത്. റീസെൻ്റ്ലി ഗ്രാഫ്സ് ആൻഡ് ഡയഗ്രാംസ് ആർ ബിക്കമിങ് വെരി പോപ്പുലർ with the cost accountant because they are the most effective media for disclosing trends and making comparison over fairly long period with a short space. ഓക്കെ, കമ്പാരിസൺ പർപ്പസിന് വേണ്ടിയിട്ടാണെങ്കിലും ട്രെൻഡ് കാണിക്കാനൊക്കെ ആണെങ്കിലും ഏറ്റവും നന്നായി ഉപയോഗിക്കാവുന്ന ഒരു മെത്തേഡാണ് ഗ്രാഫിക് പ്രസൻറ്റേഷൻ എന്ന് പറയുന്നത്. ദീസ് ആർ ദ 3 forms of reporting.
ദെൻ നെക്സ്റ്റ് വൺ കണ്ടന്റ് ഓഫ് റിപ്പോർട്ടിംഗ്. എന്തൊക്കെയാണ് ഈ പറയുന്ന കോസ്റ്റ് അക്കൗണ്ടിങ് റിപ്പോർട്ടിങ്ങിൽ ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റ് ഏതൊക്കെ കാര്യങ്ങളാണ് പ്രധാനമായിട്ടും വരുന്നത് എന്നുള്ളതാണ് ഈ ഒരു കണ്ടന്റ് ഓഫ് റിപ്പോർട്ടിങ്ങിൽ പറയുന്നത്. On the basis of nature of information to be presented before the management, the report can be divided into 4 groups. ഏതൊക്കെ മാനേജ്മെൻറ്റിനാണ് റിപ്പോർട്ട് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു കൊടുക്കുന്ന ഇൻഫോർമേഷൻ്റെ നാച്ചർ എന്താണ് എന്ന് നോക്കിയിട്ട് ഈ റിപ്പോർട്ടിനെ 4 ഗ്രൂപ്പായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ദാറ്റ് ഈസ് പ്രൊഡക്ഷൻ, സെയിൽസ്, കോസ്റ്റ് ആൻഡ് ഫിനാൻസ്. All the periodic or routine or regular reports and most of the special reports will fall under either one of these category. ഇതിൽ മിക്കതും എന്താണ്, റെഗുലർ റിപ്പോർട്ടാണ് അല്ലെങ്കിൽ റൂട്ടീൻ റിപ്പോർട്ടാണ്. ദെൻ ഏതൊക്കെയാണ് ഈ ഒരു കണ്ടന്റുകൾ എന്ന് നോക്കാം. ഫസ്റ്റ് വൺ റിപ്പോർട്ട്സ് ടു പ്രൊഡക്ഷൻ ഡിവിഷനുള്ള റിപ്പോർട്ട്. അതിൻ്റെ മെയിൻ കണ്ടന്റുകൾ എന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് പറയാം. സ്റ്റേറ്റ്മെൻറ്റ് ഷോവിങ് ആക്ച്വൽ ഔട്ട്പുട്ട് അച്ചീവ്ഡ് എഗെയിൻസ്റ്റ് ദ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട്. ഇതല്ലേ ആക്ച്വൽ ഔട്ട്പുട്ട് എത്രയാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തത് എഗെയിൻസ്റ്റ് സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട്, അതിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, അതൊരു കണ്ടൻ്റ് ആയിട്ട് വരും. ദെൻ സ്റ്റേറ്റ്മെൻറ്റ് മേക്കിംഗ് എ കമ്പാരിസൺ ഓഫ് ആക്ച്വൽ കപ്പാസിറ്റി വർക്ക്ഡ് എഗെയിൻസ്റ്റ് ബജറ്റഡ് കപ്പാസിറ്റി. പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു ഡിവിഷനിൽ വരുന്നത്. ആക്ച്വൽ കപ്പാസിറ്റി എത്രയാണ് എന്ത് ചെയ്തത് നമ്മൾ യൂട്ടിലൈസ് ചെയ്തത് എന്നുള്ളതിനെക്കുറിച്ചൊരു സ്റ്റേറ്റ്മെൻറ്റ്. ദെൻ റിപ്പോർട്ട് ഷോവിങ് ലേബർ ടേൺ ഓവർ ആൻഡ് ആബ്സെൻറ്റീസം. എത്രയാണ് ലേബർ ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ ലേബേഴ്സ് ഈ ഒരു ഓർഗനൈസേഷനിൽ നിന്നും വിട്ടുപോകുക, അതിനെയാണ് നമ്മൾ ലേബർ ടേൺ ഓവർ എന്ന് പറയുന്നത്. ദെൻ ആബ്സെൻറ്റീസം, എത്ര പേരാണ് വരാത്തത്, ആ കാര്യങ്ങൾ ഇതും ഈ ഒരു ഡിവിഷനിൽ വരുന്ന കണ്ടൻ്റാണ്. ദെൻ മെഷീൻ ആൻഡ് ലേബർ യൂട്ടിലൈസേഷൻ റിപ്പോർട്ട്. ലേബർ മെഷീൻ എത്രയാണ് യൂട്ടിലൈസ് ചെയ്യപ്പെട്ടത്. ദെൻ അനാലിസിസ് ഓഫ് ഐഡിൽ മാൻ അവേഴ്സ്. ഐഡിൽ ടൈം എങ്ങനെയൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് യൂട്ടിലൈസ് ചെയ്യുന്നത്, അതിനെക്കുറിച്ചുള്ള ഒരു അനാലിസിസ്. ദെൻ അനാലിസിസ് ഓഫ് ലോസ്റ്റ് മെഷീൻ അവേഴ്സ്. ദെൻ എഫക്റ്റ് ഓൺ കോസ്റ്റ് ആൻഡ് പ്രൊഡക്ടിവിറ്റി ഓഫ് ഓവർ ടൈം ആൻഡ് ഷിഫ്റ്റ് വർക്കിംഗ്. ഓവർ ടൈം കൊണ്ട് കോസ്റ്റിലും പ്രൊഡക്ടിവിറ്റിയിലും ഉണ്ടാകുന്ന എഫക്റ്റ് എത്രത്തോളമാണ്. ദെൻ അനാലിസിസ് ഓഫ് കോസ്റ്റ് വാരിയൻസ്. ഡിഫറെൻറ്റ് കോസ്റ്റ് വാരിയൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, അതിൻ്റെ ഒരു അനാലിസിസ്. ഇങ്ങനെയുള്ള കുറേ അനാലിസിസുകളാണ് ഏതിൽ വരുന്നത്, ഫസ്റ്റ് പ്രൊഡക്ഷൻ ഡിവിഷൻ്റെ കണ്ടൻ്റായിട്ട് വരുന്നത്. ദെൻ ദ സെക്കൻഡ് വൺ ഈസ് റിപ്പോർട്ട് ടു സെയിൽസ് ഡിവിഷൻ. അതായത് സെയിൽസുമായി റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടൻറ്റുകളാണ് ഈ ഒരു റിപ്പോർട്ടിങ്ങിൽ വരുന്നത്. ഏതൊക്കെയായിരിക്കും? സ്റ്റേറ്റ്മെൻറ്റ് ഷോവിങ് കമ്പാരിസൺ ഓഫ് ആക്ച്വൽ സെയിൽസ് എഗെയിൻസ്റ്റ് ബജറ്റഡ് സെയിൽസ്. ആക്ച്വൽ സെയിൽസും ബജറ്റഡ് സെയിൽസ് തമ്മിലുള്ളൊരു കമ്പാരിസൺ ഉണ്ടായിരിക്കും. ദെൻ അനാലിസിസ് ഓഫ് ഓർഡർ ഓൺ ഹാൻഡ്, ഓർഡർ റിസീവ്ഡ് ആൻഡ് ഓർഡർ എക്സിക്യൂട്ടഡ്. ഓർഡറിനെ കുറിച്ച് നമുക്ക് കിട്ടിയ കസ്റ്റമറിന് നിന്ന് കിട്ടിയ ഓർഡറിനെ കുറിച്ചുള്ള ഒരു അനാലിസിസ്, എത്ര ഓർഡർ കിട്ടി, നമ്മളത് എത്ര എക്സിക്യൂട്ട് ചെയ്തു, അതിനെക്കുറിച്ചുള്ള ഒരു അനാലിസിസ് ഉണ്ടായിരിക്കും. ദെൻ പ്രോഡക്റ്റ് ആൻഡ് ഏരിയ വൈസ് അനാലിസിസ് ഓഫ് സെയിൽസ്. ഓരോ പ്രോഡക്റ്റ് വൈസ് സെയിൽസ്, ഏരിയ വൈസ് ഓരോ ഏരിയയിൽ എത്ര സെയിൽസ് നടന്നു, അങ്ങനെയുള്ളൊരു അനാലിസിസ് ഉണ്ടായിരിക്കും. ദെൻ കമ്പാരിസൺ ഓഫ് ആക്ച്വൽ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസസ് വിത്ത് ബജറ്റഡ് എക്സ്പെൻസസ്. അല്ലേ, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസസും അതിൻ്റെ ബജറ്റഡ് എക്സ്പെൻസ് തമ്മിലുള്ള ഒരു കമ്പാരിസൺ. ദെൻ മാർക്കറ്റ് സർവേ റിപ്പോർട്ട്സ്. ട്രെൻഡിനെയും ഡിമാൻഡിനെയും ഇൻഡിക്കേറ്റ് ചെയ്യുന്ന മാർക്കറ്റ് സർവേ റിപ്പോർട്ടുകൾ ഉണ്ടായിരിക്കും. ദെൻ അനാലിസിസ് ഓഫ് ഗ്രോസ് പ്രോഫിറ്റ് ഏൺഡ് ഇൻ ഈച്ച് ഏരിയ ഓൺ ഈച്ച് പ്രോഡക്റ്റ്. ഓരോ പ്രോഡക്റ്റിൽ നിന്നും കിട്ടുന്ന ഗ്രോസ് പ്രോഫിറ്റ് എത്രയായിരിക്കും. ദെൻ അങ്ങനെയുള്ള സെയിൽസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഏതിലുണ്ടായിരിക്കുക, ഈ പറയുന്ന സെയിൽസ് ഡിവിഷൻ റിപ്പോർട്ടിലെ കണ്ടൻ്റായിട്ട് ഉണ്ടായിരിക്കുക. ദെൻ തേർഡ് വൺ റിപ്പോർട്ട്സ് ടു ഫിനാൻസ് ഡിവിഷൻ. ഇവിടെ എന്തായിരിക്കും, ഫിനാൻസുമായി ഒരു ഓർഗനൈസേഷൻ്റെ ഫിനാൻസ് റിലേറ്റഡ് കാര്യങ്ങളായിരിക്കും ഈ ഒരു റിപ്പോർട്ടിൻ്റെ കണ്ടൻ്റായിട്ട് ഉണ്ടായിരിക്കുക. ഏതൊക്കെയായിരിക്കും ഉണ്ടായിരിക്കുക? മെയിനായിട്ടും സമ്മറി ഓഫ് ക്യാഷ് റെസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് കമ്പയർഡ് വിത്ത് ക്യാഷ് ബജറ്റ്. അല്ലേ, ക്യാഷ് റെസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കും. ദെൻ അനാലിസിസ് ഓഫ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. നമുക്കുണ്ടായ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഏതൊക്കെയാണ്, ഫിക്സഡ് അസറ്റ് വാങ്ങിയ ആ ഒരു ഇതിൽ വന്ന ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എത്രയാണ്, അങ്ങനെയുള്ളൊരു അനാലിസിസ് ഉണ്ടായിരിക്കും. ദെൻ അനാലിസിസ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ, ഡേ ടു ഡേ ആക്ടിവിറ്റീസിന് വേണ്ട വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ ഒരു അനാലിസിസ് ഉണ്ടായിരിക്കും. ദെൻ അനാലിസിസ് ഓഫ് ഔട്ട്സ്റ്റാൻഡിങ് ഡെറ്റേഴ്സ് ആൻഡ്
creditors, debtors and creditors analysis ഉണ്ടായിരിക്കും. Then statement showing actual profit against standard പ്രോഫിറ്റ് അല്ലേ, നമുക്കൊരു സ്റ്റാൻഡേർഡ് പ്രോഫിറ്റ് നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ടാവും, അത് ആക്ച്വൽ പ്രോഫിറ്റും തമ്മിലുള്ളൊരു കമ്പാരിസൺ ഉണ്ടായിരിക്കും. ദെൻ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്, ദെൻ റിപ്പോർട്ട് ഓൺ ഫണ്ട് എംപ്ലോയിഡ് ഇൻ ദ ബിസിനസ്. അങ്ങനെ ഫിനാൻസുമായി റിലേറ്റഡ് ആയിട്ടുള്ള കുറേ കണ്ടൻ്റാണ് തേർഡ് സെഷനിൽ ഉണ്ടായിരിക്കുക. ആൻഡ് ദ ലാസ്റ്റ് സെഷൻ ഈസ് റിപ്പോർട്ട്സ് ഓൺ കോസ്റ്റുമായി റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടൻറ്റുകളായിരിക്കും ഈ ഒരു ഡിവിഷനിൽ ഉണ്ടായിരിക്കുക. ദെൻ അതിൽ ഇൻവെൻ്ററി റിപ്പോർട്ട്സ് ഉണ്ടായിരിക്കും, സ്ക്രാപ്പ് ആൻഡ് സ്പോയിലേജ് മെറ്റീരിയൽ ക്വാളിറ്റി റിപ്പോർട്ട്, ഇതൊക്കെ നമുക്ക് കോസ്റ്റ് ഇൻക്വയർ ചെയ്യുന്ന ഏരിയാസാണ്, അതുമായി റിലേറ്റഡുള്ള കാര്യങ്ങളാണ് അതിൽ ഉള്ളത്. ദെൻ റിപ്പോർട്ട്സ് ഓൺ ക്യാരിയിങ് ആൻഡ് ഓർഡറിങ് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ, ദെൻ കമ്പാരിസൺ ഓഫ് ആക്ച്വൽ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ വിത്ത് സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ, ദെൻ റിപ്പോർട്ട്സ് ഓൺ ഐഡിൽ ടൈം കോസ്റ്റ് അണ്ടർ വാരിയസ് കേസസ്, then labor turnover statistics and its cost, then report on idle capacity, then comparative income statement product wise etc. ഇങ്ങനെയുള്ള കോസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടൻറ്റുകൾ അടങ്ങിയിരിക്കുന്ന സെക്ഷനാണ് റിപ്പോർട്ട് ഓൺ കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കണ്ടൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ 4 ഡിവിഷനാണുള്ളത്. റിപ്പോർട്ട്സ് ടു പ്രൊഡക്ഷൻ ഡിവിഷൻ, റിപ്പോർട്ട്സ് ടു സെയിൽസ് ഡിവിഷൻ, റിപ്പോർട്ട്സ് ടു ഫിനാൻസ് ഡിവിഷൻ, റിപ്പോർട്ട്സ് ഓൺ കോസ്റ്റ്. ഇതിൻ്റെ ഓരോന്നിൻ്റെയും നമുക്കറിയാം പ്രൊഡക്ഷൻ ഡിവിഷനിൽ പ്രൊഡക്ഷൻ റിലേറ്റഡ് കാര്യങ്ങളായിരിക്കും. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ഈസ് ഫ്രീക്വൻസി ഓഫ് റിപ്പോർട്ടിംഗ്. On the basis of frequency of reporting, cost reports are mainly classified into 2: routine reports and special reports. Routine reports are rendered at a periodic interval. The intervals at which routine reports are to be presented should be fixed for each report. ഓരോ പർട്ടിക്കുലർ ഇൻ്റർവെല്ലിലും നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ട റിപ്പോർട്ടിനെയാണ് നമ്മൾ റൂട്ടീൻ റിപ്പോർട്ട് എന്ന് പറയുന്നത്. ആ ഒരു ഇൻ്റർവെൽ ഫിക്സ്ഡ് ആയിരിക്കും, മേ ബി 6 മന്ത് ആയിരിക്കാം, 4 മന്ത് ആയിരിക്കാം. എനിവേ ആ ഒരു ഫിക്സഡ് പീരിയഡിൽ ആ റിപ്പോർട്ട് നമ്മൾ റൂട്ടീനായിട്ട് എന്ത് ചെയ്യണം, പ്രൊവൈഡ് ചെയ്യണം. ദെൻ പ്രൊഡക്ഷൻ report should be rendered at a shorter interval because delayed reporting on production may lead to a continuing loss for a long period. ഈ പ്രൊഡക്ഷൻ റിപ്പോർട്ടിൻ്റെ കാര്യം നമുക്കറിയാം ഇല്ല, റെഗുലറായിട്ട് നമ്മുടെ ഓർഗനൈസേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ഒന്നാണ് ഈ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അതിനെക്കുറിച്ചുള്ള ഒരു റിപ്പോർട്ട് എന്ന് പറയുന്നത് വളരെ ഷോർട്ട് പീരിയഡിൽ തന്നെ എന്ത് ചെയ്യേണ്ടി വരും, പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഓരോ കേസിലും ആ ഒരു റിപ്പോർട്ടിങ്ങിൻ്റെ പീരിയഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഡിഫറെൻ്റ് ആയിരിക്കും, ബട്ട് ഫിക്സഡ് ആയിരിക്കും. ആ ഒരു ഫിക്സഡ് ആയിട്ടുള്ള ആ ഒരു പീരിയഡിൽ ഓരോ റിപ്പോർട്ടുകൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, പ്രൊവൈഡ് ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ ഒരു ഫിക്സഡ് പീരിയഡിൽ പ്രൊവൈഡ് ചെയ്യുന്ന റിപ്പോർട്ടിനെയാണ് നമ്മൾ ഏതെന്ന് പറയുന്നത്, റൂട്ടീൻ റിപ്പോർട്ട് എന്ന് പറയുന്നത്. ദെൻ സെക്കൻഡ് വൺ സ്പെഷ്യൽ റിപ്പോർട്ടാണ്. ദെൻ സ്പെഷ്യൽ റിപ്പോർട്ട്സ് ആർ ദോസ് വിച്ച് ആർ പ്രൊവൈഡഡ് ഇൻ സ്പെഷ്യൽ കേസസ് ആൻഡ് ദീസ് ആർ ടു ബി പ്രസൻറ്റഡ് ആഫ്റ്റർ മേക്കിംഗ് ആൻ ഇൻവെസ്റ്റിഗേഷൻ ഓഫ് ദി പ്രോബ്ലം വിച്ച് റിക്വയേഴ്സ് ടു ബി ഇൻവെസ്റ്റിഗേറ്റഡ്. അതായത് ഒരു പ്രത്യേക കാര്യങ്ങൾ ഒരു പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു സിറ്റുവേഷനൊക്കെ ഉണ്ടാകുമ്പോഴാണ് ഈ ഒരു സ്പെഷ്യൽ റിപ്പോർട്ട്സ് എന്ത് ചെയ്യേണ്ടത്, പ്രൊവൈഡ് ചെയ്യേണ്ടത്. ആ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനെ കുറിച്ച് ശരിയായ രീതിയിൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തിയതിന് ശേഷമാണ് ഈ ഒരു സ്പെഷ്യൽ റിപ്പോർട്ട് എന്ത് ചെയ്യേണ്ടത്, പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഇതൊരു റൂട്ടീൻ റിപ്പോർട്ടല്ല, റെഗുലറായിട്ട് കൊടുക്കേണ്ട റിപ്പോർട്ടല്ല. ഈ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷൻ അറൈസ് ചെയ്യുമ്പോഴാണ് നമ്മളൊരു സ്പെഷ്യൽ റിപ്പോർട്ടുകൾ എന്ത് ചെയ്യുന്നത്, പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് പ്രധാനമായിട്ടുള്ള ഫ്രീക്വൻസി ഓഫ് റിപ്പോർട്ടിങ്ങിൻ്റെ ആ ഒരു ബേസിൽ റിപ്പോർട്ടിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. റൂട്ടീൻ റിപ്പോർട്ട്, സ്പെഷ്യൽ റിപ്പോർട്ട്സ്. Then next one, the important reports provided by cost accounting department to management for making decision എന്നുള്ളതാണ്. There are so many reports that are to be provided by cost accounting department to management. The important reports are, first one, cost sheet. Cost sheet setting out the total cost analyzed into various elements, giving comparative figure of previous period and other plans under the same മാനേജ്മെൻറ്റ് അല്ലേ. ടോട്ടൽ കോസ്റ്റിന് അനാലിസിസ് ചെയ്തുകൊണ്ട് ടോട്ടൽ കോസ്റ്റ് എലമെൻറ്റിനെ കാണിച്ചുകൊണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഒന്നാണ് കോസ്റ്റ് ഷീറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു റിപ്പോർട്ട് എന്ന് പറയുന്നത് കോസ്റ്റ് ഷീറ്റാണ്. ദെൻ ദ സെക്കൻഡ് വൺ ഈസ് കൺസംഷൻ ഓഫ് മെറ്റീരിയൽ സ്റ്റേറ്റ്മെൻറ്റ്.
എത്രത്തോളം മെറ്റീരിയലാണ് ഇയർലി അല്ലെങ്കിൽ ഈ ഒരു ഫിക്സഡ് പീരിയഡിൽ നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, കൺസ്യൂം ചെയ്തിരിക്കുന്നതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് മാനേജ്മെൻറ്റിന് പ്രൊവൈഡ് ചെയ്യേണ്ടതുണ്ട്. ദെൻ ലേബർ യൂട്ടിലൈസേഷൻ സ്റ്റേറ്റ്മെൻറ്റ്, ദാറ്റ് മീൻസ് ഇറ്റ് ഇൻക്ലൂഡ്സ് ദ ഡീറ്റെയിൽസ് അബൌട്ട് ടോട്ടൽ നമ്പർ ഓഫ് അവേഴ്സ് പെയ്ഡ് ഫോർ സ്റ്റാൻഡേർഡ് അവേഴ്സ് ഫോർ ഔട്ട്പുട്ട്, ഐഡിൽ ടൈം ആൻഡ് കോസസ് ദെയർ ഓഫ്. അല്ലേ, നമ്മൾ ആക്ച്വൽ എത്ര ലേബർ അവർ പേ ചെയ്തു, സ്റ്റാൻഡേർഡ് അവർ എത്രയായിരുന്നു, ഐഡിൽ ടൈം എത്രയാണ്, ഐഡിൽ ടൈം ഉണ്ടാവാൻ കാരണം എന്താണ്, അങ്ങനെയെല്ലാം കാണിച്ചുകൊണ്ടുള്ള ഒരു ലേബർ യൂട്ടിലൈസേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടായിരിക്കും. ദെൻ ഓവർഹെഡ് സ്റ്റേറ്റ്മെൻറ്റ്, ദാറ്റ് മീൻസ് ഓവർഹെഡ് ഇൻക്വയർഡ് കമ്പയർഡ് വിത്ത് ബജറ്റ്. പ്രധാനമായിട്ടും ഇൻക്വയർ ചെയ്യാൻ സാധ്യതയുള്ള ഓവർഹെഡ്സ് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ ഇൻക്വയർ ചെയ്ത ഓവർഹെഡ്സ് ഏതൊക്കെയാണ്, അതിനെ ഡിവൈഡ് ചെയ്തുകൊണ്ട് എന്താണ് സെല്ലിംഗ് ഓവർഹെഡ്സ് എന്നും ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ്സ് എന്നും അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ്സ് എന്നും ഡിവൈഡ് ചെയ്തുകൊണ്ട് അതിൻ്റെ ഒരു റിപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യേണ്ടതുണ്ട്. ദെൻ ഡെയിലി ഓപ്പറേറ്റിംഗ് റിപ്പോർട്ട്, ഡെയിലി ഓപ്പറേറ്റിംഗ് report. This is meant to measure the day-to-day performance and to control specifications. This report is prepared daily and is sent to the superintendent. അതായത് ഓരോ ദിവസവും നമ്മുടെ ഓർഗനൈസേഷനിൽ അണ്ടർടേക്ക് ചെയ്ത ഓപ്പറേഷനുമായി റിലേറ്റഡ് ആയിട്ടുള്ള റിപ്പോർട്ടാണ്. അത് കൺട്രോൾ പർപ്പസിന് വേണ്ടിയാണ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നത്. ദെൻ ആ ഒരു ബജറ്റഡ് പെർഫോമൻസുമായി കമ്പയർ ചെയ്തുകൊണ്ട് എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടെങ്കിൽ അതുമായിട്ട് എന്ത് ചെയ്യുന്നു, നമ്മൾ ടാലി ചെയ്ത് നോക്കി അതിന് വേണ്ട കൺട്രോളിങ് മെഷർ എടുക്കും. ദെൻ നെക്സ്റ്റ് വൺ ഡെയിലി എക്സ്പെൻസ് റിപ്പോർട്ടാണ്. ദിസ് റിപ്പോർട്ട് എനേബിൾസ് ടു കൺട്രോൾ വേരിയബിൾ എക്സ്പെൻസസ്. ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ഡെയിലി. ദെൻ എന്താണ് വേരിയബിൾ എക്സ്പെൻസസ്, ഡെയിലി എക്സ്പെൻസസ് എന്ന് പറയുന്നത് നമുക്കറിയാം വേരിയബിൾ എക്സ്പെൻസസ് ആണ്. അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് ഡെയിലി എക്സ്പെൻസ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഇതും ആ പേരിൽ തന്നെയാണ്, ഡെയിലി പ്രിപ്പയർ ചെയ്യുന്ന റിപ്പോർട്ടാണ്. ദെൻ നെക്സ്റ്റ് വൺ ഡെയിലി പ്ലാൻഡ് റിപ്പോർട്ട്. ദിസ് റിപ്പോർട്ട് ഈസ് മീൻഡ് ഫോർ മെഷറിംഗ് ദ പെർഫോമൻസ് ഓഫ് പ്ലാൻഡ് ഓഫ് വേരിയസ് ഡിവിഷൻസ് ആൻഡ് ദിസ് ഈസ് ഓൾസോ പ്രിപ്പയർഡ് ഡെയിലി ആൻഡ് ഈസ് സെൻഡ് ടു ജനറൽ മാനേജർ ഓർ എക്സിക്യൂട്ടീവ് റിപ്പോർട്ടർ. ഓരോ പ്ലാന്റിനും ആ പ്ലാന്റിൻ്റെ കപ്പാസിറ്റി ഉണ്ടായിരിക്കും. ദെൻ ആ ഒരു പ്ലാന്റ് കപ്പാസിറ്റി അനുസരിച്ചിട്ട് അതിൻ്റെ പെർഫോമൻസ് എത്രയാണെന്ന് മെഷർ ചെയ്യുകയും അത് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നതിനെയാണ് നമ്മൾ ഡെയിലി പ്ലാന്റ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ യൂസേജ് ആൻഡ് വേസ്റ്റ് റിപ്പോർട്ട്. ദിസ് റിപ്പോർട്ട് ഈസ് പ്രിപ്പയർഡ് വീക്ക്ലി ആൻഡ് ഈസ് സെൻഡ് ടു ദി പ്രൊഡക്ഷൻ manager. The purpose of this report is to control proper use of material and eliminate excess wastage. എന്താണ് ഒരു വീക്കിലി പ്രിപ്പയർ ചെയ്യുന്ന ഒരു റിപ്പോർട്ടാണ് ഈ പറയുന്ന യൂസേജ് ആൻഡ് വേസ്റ്റ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. മെറ്റീരിയൽ യൂസേജ് ആൻഡ് വേസ്റ്റ് ആണ് ഇവിടെ മീൻ ചെയ്യുന്നത്. ദെൻ പ്രൊഡക്ഷൻ മാനേജർക്കാണ് ഇത് കൊടുക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്, പ്രൊഡക്ഷനിലാണ് നമ്മൾ മെറ്റീരിയൽ യൂട്ടിലൈസ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ എഫിഷ്യൻ്റായിട്ട് മെറ്റീരിയൽ യൂട്ടിലൈസ് ചെയ്യാനും അവിടുത്തെ ഒരു വേസ്റ്റേജ് എലിമിനേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ മിനിമൈസ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു റിപ്പോർട്ട് എന്ത് ചെയ്യുന്നത്, പ്രൊവൈഡ് ചെയ്യുന്നത്. ദെൻ ഡിപ്പാർട്ട്മെൻറ്റൽ എക്സ്പെൻസ് സമ്മറി. This is also prepared weekly. This reports helps to control departmental expense. അല്ലേ, ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് ഇൻക്വയർ ചെയ്യുന്ന എക്സ്പെൻസ് എത്രയാണെന്ന് ഷോ ചെയ്യുന്ന റിപ്പോർട്ടാണ് ഡിപ്പാർട്ട്മെൻറ്റൽ എക്സ്പെൻസ് എന്ന് പറയുന്നത്. ദെൻ അത് ഡിപ്പാർട്ട്മെൻറ്റ് എക്സ്പെൻസ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂട്ടിലൈസ് ചെയ്യുന്നത്. ദെൻ മെറ്റീരിയൽ വാരിയൻസ് റിപ്പോർട്ട്. These reports includes material price variance reports and material usage variance report. These are prepared monthly. These reports aims at controlling material cost. എന്താണ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, മെറ്റീരിയൽ പ്രൈസ് വാരിയൻസ്, മെറ്റീരിയൽ യൂസേജ് വാരിയൻസ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ആ ഒരു വാരിയൻസുമായി റിലേറ്റഡ് ആയിട്ടുള്ള റിപ്പോർട്ടിനെയാണ് നമ്മൾ മെറ്റീരിയൽ വാരിയൻസ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. ദ മെയിൻ പർപ്പസ് ഓഫ് ദിസ് റിപ്പോർട്ട് ഈസ് ടു കൺട്രോൾ മെറ്റീരിയൽ കോസ്റ്റ്. Then next one, finished product damage report. This is prepared monthly and this is sent to the director in charge of operations. Such report helps to control damage of finished products. Finished products എത്ര ഡാമേജ് വന്നു അത് അതിനെക്കുറിച്ചുള്ള റിപ്പോർട്ടാണ് അതെന്ന് പറയുന്നത്. ദെൻ എന്താണ്, ആർക്കാണോ ഈ ഒരു ഫിനിഷ്ഡ് പ്രൊഡക്ഷൻ്റെ ഓപ്പറേഷനുമായി ചാർജ് അയാൾക്കാണ് അത് സെൻഡ് ചെയ്യേണ്ടത്. അങ്ങനെ സെൻഡ് ചെയ്യുന്നതിലൂടെ നമുക്ക് ആ ഒരു ഡാമേജ് ഒരു പരിധി വരെ എന്ത് ചെയ്യാൻ സാധിക്കും, മിനിമൈസ് ചെയ്യാൻ സാധിക്കും. Then performance report. It is prepared monthly and the purpose of this report is to point out efficiencies and deficiencies of
ഡിപ്പാർട്ട്മെൻറ്റ്സ് ആൻഡ് ടൈപ്സ് ഓഫ് എക്സ്പെൻസസ് അല്ലേ. ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും പെർഫോമൻസ് റിപ്പോർട്ടാണ്. ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും എഫിഷ്യൻസി എന്തൊക്കെയാണ്, ഡെഫിഷ്യൻസി എന്തൊക്കെയാണെന്ന് ഇൻഡിക്കേറ്റ് ചെയ്തുകൊണ്ട് സബ്മിറ്റ് ചെയ്യുന്ന റിപ്പോർട്ടാണ് പെർഫോമൻസ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. ദെൻ പർച്ചേസ് report. It is also prepared monthly, and the main purpose of this report is to determine the trend and the result of purchase policies. അല്ലേ, പർച്ചേസുമായി റിലേറ്റഡ് ആയിട്ടുള്ള റിപ്പോർട്ടാണ്. എത്ര ക്വാണ്ടിറ്റി പർച്ചേസ് ചെയ്തു, അതിൻ്റെ ട്രെൻഡ് എന്താണ്, ദെൻ അതിൻ്റെ ആ ഒരു പർച്ചേസിങ് പോളിസിയുടെ നമ്മൾ ഇപ്പോൾ ഫോളോ ചെയ്യുന്ന പർച്ചേസിങ് പോളിസി റിസൾട്ട് എന്താണ് എന്നൊക്കെ മെൻഷൻ ചെയ്തുകൊണ്ടുള്ള റിപ്പോർട്ടാണ് പർച്ചേസ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. ദെൻ ഡിപ്പാർട്ട്മെൻറ്റൽ ബജറ്റ് റിപ്പോർട്ട്. Then the main purpose of this report is to control departmental expense. This is prepared monthly and is sent to the departmental foreman. ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലെ ഫോർമാൻ ആണ് ഇത് എന്ത് ചെയ്യുന്നത്, സെൻഡ് ചെയ്യുന്നത്. അദ്ദേഹമാണ് ഒരു ബജറ്റ് കോസ്റ്റും അതേപോലെ തമ്മിലുള്ള ആക്ച്വൽ കോസ്റ്റും നമ്മൾ എന്ത് ചെയ്യുന്നത്, കമ്പയർ ചെയ്യുന്നത്. Then next one, labor efficiency report. Then this report is prepared quarterly and is sent to foreman and the superintendent. Then the purpose of this report is to increase the labor efficiency. ലേബർ എഫിഷ്യൻസി റിപ്പോർട്ടാണ്. സ്റ്റാൻഡേർഡ് ലേബർ നമുക്കറിയാം, അതും ആക്ച്വൽ ലേബറും തമ്മിൽ കമ്പയർ ചെയ്തുകൊണ്ടാണ് ഈ റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുക. അതിലൂടെ ഇതിൻ്റെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് ലേബർ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ്. Then next one, income statement. Then the main purpose of this statement is to compare actual result with the forecasted result. Then നമ്മുടെ ഒരു ആക്ച്വൽ റിസൾട്ടും നമ്മുടെ ഒരു സ്റ്റാൻഡേർഡ് റിസൾട്ടും നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഫോർകാസ്റ്റ് ചെയ്ത റിസൾട്ടുണ്ട്, ആ റിസൾട്ടും നമ്മൾ എന്ത് ചെയ്യുന്നു, കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് എന്ത് ചെയ്യുന്നത്, പ്രിപ്പയർ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാനും നമ്മൾ യൂസ് ചെയ്യുന്ന ഏതാണ്, ഇൻകം സ്റ്റേറ്റ്മെൻ്റ് ആണ്. ദെൻ ബാലൻസ് ഷീറ്റ്. Then the main purpose of balance sheet is to compare actual result with the forecast. ബാലൻസ് ഷീറ്റിൻ്റെയും മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് ആക്ച്വലും ഫോർകാസ്റ്റും തമ്മിൽ കമ്പയർ ചെയ്യാന്നുള്ളത് നമുക്കറിയാം. ബാലൻസ് ഷീറ്റ് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്, നമ്മുടെ ഒരു ക്രെഡിറ്റ് വർത്തിന് ഫിനാൻഷ്യൽ പൊസിഷൻ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളത് പ്രിപ്പയർ ചെയ്യുന്നത്. ദെൻ നമ്മുടെ ഒരു ഫോർകാസ്റ്റഡ് ഫിനാൻഷ്യൽ പൊസിഷൻ ഉണ്ടായിരിക്കും, അതും ആക്ച്വൽ ഫിനാൻഷ്യൽ പൊസിഷനും കമ്പയർ ചെയ്യാനാണ് നമ്മൾ ബാലൻസ് ഷീറ്റ് ഉപയോഗിക്കുന്നത്. ദെൻ റിപ്പോർട്ട് ഓൺ വേജ് ഇൻക്രീസ്. ദിസ് ഈസ് എ സ്പെഷ്യൽ report. The purpose is to give management a basis for collective bargaining and it is submitted to the top management. അതായത് ആ ഒരു എല്ലാ എംപ്ലോയീസും കൂടി നൽകുന്ന ഒരു റിപ്പോർട്ടാണ് അത്. അവർക്ക് വേണ്ടി കോസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് നൽകുന്ന ഒരു റിപ്പോർട്ടാണ് റിപ്പോർട്ട് ഓൺ കോസ്റ്റ് ഇൻക്രീസ് എന്ന് പറയുന്നത്. അതായത് ഹയർ വേജ് ഡിമാൻഡ് ചെയ്തുകൊണ്ടുള്ള ഒരു റിപ്പോർട്ടാണ് റിപ്പോർട്ട് ഓൺ വേജ് ഇൻക്രീസ് എന്ന് പറയുന്നത്. ആൻഡ് ഫൈനലി ഇൻവെൻ്ററി റിപ്പോർട്ട്. Then this is also a special report and the main purpose of this report is to reduce inventory cost. അല്ലേ, ഇൻവെൻ്ററിയുടെ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നൽകുന്ന ഒരു റിപ്പോർട്ടാണ് ഇൻവെൻ്ററി റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഇൻവെൻ്ററിയുടെ ക്യാരിയിങ് കോസ്റ്റ്, ഹാൻഡ്ലിംഗ് കോസ്റ്റ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള റിപ്പോർട്ടാണ് ഇൻവെൻ്ററി റിപ്പോർട്ട്. ഇതാണ് ഇങ്ങനെ ഒരുപാട് റിപ്പോർട്ടുകൾ ആര് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, കോസ്റ്റ് അക്കൗണ്ടിങ് ഡിപ്പാർട്ട്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുകയും ആൻഡ് പ്രൊവൈഡ് ദീസ് റിപ്പോർട്ട് ടു ദി മാനേജ്മെൻറ്റ് ഫോർ ടേക്കിംഗ് കറക്റ്റീവ് ഡിസിഷൻ. Okay, thank you.